ചാറ എന്ന കവിതാ സമാഹാരത്തിൻ്റെ എഴുത്തുകാരി സന്ധ്യ സോമൻ നമ്മളോട് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരമാണ്. ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു കിതാബ്സിൻ്റെ സാഹിത്യോത്സവവുമായി ബന്ധപ്പെടുത്തി എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യാൻ സാധിച്ചത്. എൻ്റെ കവിതയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹോസ്റ്റൽ ജീവിതത്തിലെ ഒഴിവുകളിലും വിരസമായിട്ടുള്ള ചില നിമിഷങ്ങളിലും ഏകാന്തമായിട്ടുള്ള ചില സമയങ്ങളിലൊക്കെ കുത്തിക്കുറിച്ച അക്ഷരങ്ങളെയാണ് ചേർത്ത് വച്ചു. അങ്ങനെ ചേർത്ത് വച്ചപ്പോൾ ചെമ്പരത്തിച്ചാർ എന്ന പുസ്തകം ഉണ്ടായി. ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരുപാടൊരു ഇഷ്ടം കൊണ്ടും മറ്റ് പൂക്കളെക്കാളും അതിനോടൊരു ഭ്രാന്തമായിട്ടുള്ളൊരു പ്രണയത്തിൻ്റെ സൂചന എന്ന രീതിയിലൊക്കെയാണ് ഈ പേര് അങ്ങനെ ഇടാനായിട്ട് തോന്നിയതും. കവിതയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിലെ ഓരോ ഘട്ടമായിട്ട് തിരിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പ്രണയം ഏറ്റവും പ്രധാനമായിട്ട് വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും സ്ത്രൈണഭാവങ്ങൾ, സ്ത്രീയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളത്, പിന്നെ കാഴ്ച അനുഭവങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ള കവിതകൾ, സാമൂഹ്യപരമായിട്ടുള്ള സാമൂഹ്യധാര എന്നൊരു ഇതിൻ്റെ കീഴിൽ വരുന്ന കവിതകൾ വരുന്നുണ്ട്. അങ്ങനെ പിന്നെ വൈകാരിക ഭാവങ്ങൾ, ഇമോഷൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ചില കവിതകൾ, ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലായിട്ട് അതിൻ്റെ കീഴിൽ വരുന്ന രീതിയിലാണ് കവിതകളെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഒത്തിരി സന്തോഷം ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചതിൽ. വായിക്കാൻ പറ്റുന്നവരെല്ലാവരും വായിക്കാനായിട്ട് ശ്രമിക്കുക കവിത. ഞാനും എൻ്റെ കവിതയുടെ കുറച്ച് വരികൾ പാടാം. ഞാൻ സ്ത്രൈണ ഭാവങ്ങൾ എന്ന് പറയുന്ന സബ് ഹെഡിങ്ങിന്റെ കീഴിൽ വരുന്ന ഒരു കവിതയാണ് പാടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നീരിൽ കുതിർന്നോൾ. ഇതൊരു അമ്മയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കവിതയാണ്. അമ്മ ഒരു കുഞ്ഞിനെ ജന്മം നൽകുന്ന ഒരു പ്രസവവുമായിട്ട് ബന്ധപ്പെടുത്തിയ രീതിയിൽ അമ്മയുടെ വേദനകളും അതൊക്കെ ഒപ്പിയെടുക്കുന്ന രീതിയിലുള്ള ഒരു കവിതയായിരുന്നു. ഞാനിത് വായിക്കാം. നീരിൽ കുതിർന്നോൾ. വെളിച്ചം പാകിയ മാത്രയിൽ ഒരു ചേരിയുപ്പൻ്റെ പിറുപിറുക്കൾ, കൊഴുത്ത ചെളിയിലാകമാനം കറുത്ത പെണ്ണിൻ്റെ കണ്ണീർ കണങ്ങൾ അടയാളമിട്ടുതിർന്നു വീഴുന്നു. പൊടിമണൽ ചീന്തി അഴികളിൽ ആദ്യമായി ചുടുകണ്ണീർ മെല്ലെ പടർത്തിയപ്പോൾ കുതിരുന്ന പെരുവിരൽ തുമ്പിലായി വിഷസർപ്പദംശനം ദേഹം വിഴുങ്ങി. വിശപ്പിന്റെ കാഹളം അണ്ടകടാഹത്തിൽ എരിപൊരി തീക്കനൽ വിതച്ചൊരാ നേരത്ത് ചിതലുകൾ അരിക്കുന്ന ജീവന്റെ തീർത്ഥത്തിൽ അനവധി നിരവധി പതിരും നിറഞ്ഞു. ഞെക്കിയും മൂളിയും അടപടലമോക്കാനും വന്ന് കുടലമാല പുറത്തെടുത്തപ്പോൾ പ്രസവ വേദന തുടങ്ങിയ ആ പെണ്ണിന് അടിവയറ്റിൻ ചുഴിയിലെ അഗാധമായ ഗർത്തത്തിൽ ഒരു കൂർത്ത സൂചിയാൽ ദ്രവമിളക്കി. വയറും മുലയും ജനനേന്ദ്രിയങ്ങളും ഞെക്കിപ്പിഴിഞ്ഞൊരു പരുവം കണക്കെ ചോരയെ ചീന്തി പുറത്ത് തെറിപ്പിച്ചു. പൊതിരെ അടരുന്ന ചോപ്പിനൊഴുക്കിലായി ചാലി കീറിയിട്ട പാടം നിറച്ചു. കീറിപ്പറിഞ്ഞൊരാ വായമേൽ വീണൊരു കൊച്ചു തുവാലയിൽ ഒരു ഗോളം കണ്ടപ്പോൾ കേടുറമ്പോൾ ഒരു പൊട്ടൽ വന്ന ബീജത്തിലരികിലായി ഉതിർത്ത നേരത്തിലാ ജീവൻ പിറന്നു. ഉയരെ പൊന്തുന്ന ജീവതാളത്തെ അരികിലെ ചോരയിൽ അഭയം നൽകിയോൾ, പ്രാണൻ പകുത്തൊരാ വേളയിൽ ഒരു സ്പർശമറിയാതെ പ്രാണനെ പുൽകിയോൾ, കാലിനടിയിലെ ചോരകൾ ഇറ്റിച്ച് ചിതറിത്തെറിപ്പിച്ചു ഘോരമാം വേദന. ചുഴീരി അശ്രുവിൽ ഒരു ദീനമായി വന്ന് പൊതിരെ വിഴുങ്ങി അണപൊട്ടിയൊഴുകി അമ്മിഞ്ഞയാകി. കതിർവെട്ടി നിന്നൊരാ പേറ്റ് നോവിനകതാരിൽ ഒരു പൊട്ടലാകെ ജീവതാളത്തിന്റെ ഗതിയെ തിരുത്തി. ഉരുകുന്ന പച്ചയെ എരിമാറിൽ വീഴ്ത്തിയോൾ ഉയിരിനെ മണ്ണിൽ പടർത്തി. വിരിയുന്ന പൂവിന്റെ ഗന്ധത്തിൽ ഒരു വേള നോക്കി ആ ശ്വാസതാളത്തെ നിശ്ചലമാക്കിയോൾ നിദ്രയിലാണ്ടാൾ ആഴത്തെ പുൽകുന്നു. വിടരാതെ നിന്നൊരാ മാതൃത്വ ബിംബമാ പൈതലെ എത്തി നോക്കി അശ്രു പൊഴിക്കുമ്പോൾ കറുത്ത പെണ്ണിന്റെ പ്രാണനെ പെരുവിരൽ തുമ്പിനാൽ കെട്ടിവെക്കുന്നു വികൃതമാം കാലം. അരികിലായി നെടുവീർപ്പിനാൽ ശ്വാസം കുഴഞ്ഞമർന്ന് അമ്മിഞ്ഞ തേവാനായി തുപ്പലാഴമൊളിപ്പിച്ച് നുര പൊന്തിച്ചോരോ ഹൃദയം നുറുക്കുന്നു വിടർന്നിരുന്നൊരാ ചെറുപൈതൽ. ഒരു അമ്മയുടെ പ്രസവത്തോടു കൂടിയിട്ട് മരിച്ചു പോകുന്നൊരു കുഞ്ഞുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കവിതയായിരുന്നു. ഇതെനിക്ക് എൻ്റെ കവിതകളിൽ ഇഷ്ടപ്പെട്ട ഒരു കവിതയായിട്ടാണ് ഞാനത് പാടിയത്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം.
ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചതിൽ, എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യാൻ സാധിച്ചതിൽ അതിനുള്ള നന്ദിയും എല്ലാവരോടും അറിയിക്കുന്നു. താങ്ക് യു.